Dear students, all are welcome to another class of Management Concept and Principles. In so many classes, we learned about the chapter Directing and relating various terms and things. In this class, we discussing about the theories of motivations. Okay, let us see the details. Dear students, in previous class, we learned about the theories of motivation. First one, Maslow need hierarchy theory. The next theory of motivations is two-factor theory. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ ആദ്യത്തെ മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ആയിരുന്നു സംസാരിച്ചിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്കൻഡ് വണ്ണായ ടു ഫാക്ടർ തിയറിയാണ്. ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയും. ദിസ് തിയറി ഈസ് ഡെവലപ്ഡ് ബൈ Erzberg in 1915. It's also one of the main theory in the topic motivation. It's also very important to the topic motivations relating to their theories. അപ്പോൾ നമ്മൾ ആദ്യം നീഡ് ഹൈറാർക്കി തിയറി പറഞ്ഞ അതേ പ്രത്യേകതകളും അതുപോലെ തന്നെ അതേ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ഏഴ്സ്ബർഗിൻ്റെ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മാസ്ലോ പറയുന്നത് ഹ്യൂമൻ നീഡ്സിനെ നമ്മൾ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്തത്. ഇവിടെ ഫോക്കസ് ചെയ്യുന്ന സെൽഫ് എസ്റ്റീം അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് നീഡിനെയാണ് ഈ ഒരു ടു ഫാക്ടർ തിയറിയിൽ ഏഴ്സ്ബർഗ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു തിയറിനെ നമ്മൾ മോട്ടിവേഷണൽ ആൻഡ് ഹൈജീൻ തിയറി എന്നും പറയും. മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്നും പറയും. ഓക്കെ, അങ്ങനെ പറയാം. അങ്ങനെ മോട്ടിവേഷൻ ഹൈജീൻ എന്ന് പറയുന്ന ഈ ഒരു ടു ഫാക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇതിന് നമ്മൾക്കറിയാം, ഒരു വർക്കിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിലുണ്ടാവുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻ്റ് ആയ ആസ്പെക്റ്റിലാണ് ഈ ഒരു ഏഴ്സ്ബർഗ് അതിനെ കണക്കാക്കുന്നത്. അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും അത് ചിലപ്പോൾ മറ്റുള്ള എംപ്ലോയീസിന് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ഏഴ്സ്ബർഗ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 1951 ഫെഡറിക് ഏഴ്സ്ബർഗ് ആണ് ഈ ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരു സ്റ്റഡി നടത്തുകയും എംപ്ലോയീസിനിടയിൽ ഒരു സ്റ്റഡി നടത്തുകയും, അതായത് 200 എഞ്ചിനീയേഴ്സിനെയും അക്കൗണ്ടിനെയൊക്കെ എടുത്തുകൊണ്ട് ഒരു സ്റ്റഡി നടത്തുകയും അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു തിയറി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ തിയറിയുടെ പേര് ടു ഫാക്ടർ തിയറിയാണ്, അല്ലെങ്കിൽ മോട്ടിവേറ്റർ ഹൈജീൻ തിയറി എന്നും പറയും. According to Herzberg, there are some job factors that result in satisfaction while there are other job factors that prevent dissatisfaction. അതായത് ഏഴ്സ്ബർഗ് പറയുന്നത് ഒരു ജോബിനെ സംബന്ധിച്ചിടത്തോളം ആ ജോബിന്റെ ചില ഘടകങ്ങൾ അതിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതായത് ജോബിന്റെ ചില ഫാക്ടേഴ്സ് എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും മറ്റു ചില ഫാക്ടേഴ്സ് ഈ പറയുന്ന ഡിസ്സാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യുകയും തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ജോബിൽ ഉണ്ടാകുന്ന ചില ഫാക്ടേഴ്സ് ആ ജോബിനെ സാറ്റിസ്ഫൈഡ് ആക്കുകയും മറ്റു ചില ഫാക്ടേഴ്സ് ആ ജോബിന് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതിരിക്കുകയും അതിനെ തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ ഫാക്ടേഴ്സും ചിലപ്പോൾ അത് സാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ് ആയിരിക്കും, ചിലവർക്ക് ചിലപ്പോൾ അത് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മോട്ടിവേഷൻ ഹൈജീൻ എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പറയുന്ന ടു ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് മോട്ടിവേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്.
അതുകൊണ്ടാണ് ഈ തിയറിയെ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മേസ്ലോനെ പോലെ തന്നെയാണ് ഹ്യൂമൻ നീഡ്സിനെ നമ്മൾ ഒരുപാട് തരത്തിൽ അവിടെ തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു നീഡിലേക്കാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റീവ് ഫാക്ടേഴ്സുമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് ഒരു വർക്കിന്റെ ചില ഫാക്ടേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും മറ്റു ചില ഫാക്ടേഴ്സ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും മറ്റത് മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 2 ഫാക്ടേഴ്സ് തിയറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് 2 ഫാക്ടർ തിയറി. അപ്പോൾ നമ്മൾക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈജീൻ ഫാക്ടേഴ്സ്. Hygiene factors are those job factors which are essential for existence of a motivation at a workplace. ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് ഫാക്ടേഴ്സ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് പിന്നെ ഒരു വർക്ക് പ്ലേസിൽ ആ എംപ്ലോയീസിന്റെ മോട്ടിവേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഹൈജീൻ ഫാക്ടേഴ്സിന് പറയുന്നത്. ഇത് പറയുന്നത് ഒരു ജോബ് കണ്ടസ്റ്റ് ആണ്. ഇത് കണ്ടസ്റ്റ് ആണ് ജോബ്, അല്ലെങ്കിൽ ജോബ് ഇറ്റ്സെൽഫ് അല്ല, ഇത് ഒരു ജോബ് കണ്ടസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതിൽ ഒരുപാട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഇൻഷുറൻസ് പോളിസി, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, സാലറി സ്ട്രക്ചർ, ഈ പറയുന്നതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് this do not lead to positive satisfaction for a long term, but if these factors are absent, if these factors are non-existent at a workplace, they lead to dissatisfaction. അപ്പോൾ ഇവിടെ പറയുന്നത് this do not lead to positive satisfaction for a long term. ഇങ്ങനെ ഈ ഒരു ഹൈജീൻ ഫാക്ടേഴ്സ് ഒരു ബേസിക് ഫാക്ടേഴ്സ് ആയിട്ടാണ്. ഇതൊരു എന്താ പറയണ്ടേ, ഒരു വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഒരു ലോങ് ടേമിലേക്ക് എംപ്ലോയീസിന് നൽകുന്നതല്ല. അത് കുറച്ചു കാലത്തേക്ക് അതൊരു ആ രീതിയിലാണ് നിൽക്കുക. അതൊരു എന്താ പറയണ്ട വലിയ രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും അവർക്ക് അതിൽ കിട്ടില്ല. പക്ഷെ അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഫാക്ടേഴ്സ് ആയിട്ടാണ് അതിനൊക്കെ അറിയുന്നത്. പക്ഷെ അതില്ലെങ്കിൽ, അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് ഫാക്ടേഴ്സ് this lead to the dissatisfaction. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് വലിയ രീതിയിലുള്ള പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസ് നൽകുന്നില്ലെങ്കിലും അതില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. അവിടെ എന്തുണ്ടാവും, എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് വലിയ രീതിയിലുള്ള പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നില്ലെങ്കിലും പക്ഷെ അതിന്റെ ആബ്സെൻസ് ഓർഗനൈസേഷനിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സ് ഇറ്റ്സ് ആൾസോ കോൾഡ് ഡിസ്സാറ്റിസ്ഫൈസ് എന്നാണ് പറയുക. അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് എന്നാണ് പറയുക. അതല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. എക്സ്റ്റൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയാൻ കാരണം, ഇതിന് അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓൺലി ഹെൽപ്പിംഗ് മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് ഓൺ ദ ജോബ്. ആ ജോബ് ഇപ്പോൾ ചെയ്യുന്ന പെർഫോമൻസിന്റെ എന്താ പറയണ്ടേ, എക്സിസ്റ്റിംഗ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മെയിൻറ്റെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ മറ്റൊരു പേര് പറയുന്നത് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഇതിൽ പറയുന്ന ഇത് എക്സ്റ്റൻസിക് ആണ്. ഈ ജോബ് റിലേറ്റഡുമായിട്ട് അത് പറയുന്ന ജോബിൽ നിന്ന് എക്സ്റ്റൻസിക് ആണ്. കാരണം ബിക്കോസ് ദി ആർ റിലേറ്റഡ് ടു ദ വർക്ക് എൻവയോൺമെന്റ് ഔട്ട്സൈഡ് ദ ജോബ് ആണ്, നോട്ട് ടു ദ ജോബ് കണ്ടന്റ്. ജോബ് കണ്ടന്റ് അല്ല, ഇത് ജോബ് കണ്ടസ്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോബിന്റെ ഔട്ട്സൈഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റൻസിക് എന്ന് പറയുന്നത്. എക്സ്റ്റൻസിക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പുറത്തുള്ള എക്സ്റ്റൻസിങ് ഫാക്ടേഴ്സ് ആണ് ഇത്. ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ എക്സ്ട്രിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് എൻവയോൺമെന്റ് വരുന്നതുകൊണ്ടാണ് എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സ് ആണ്. അതില്ലെങ്കിലാണ് പ്രശ്നം. ഉണ്ടാവുമ്പോൾ വലിയ പോസിറ്റീവ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും ആ ഒരു ലെവലിലേക്ക് എംപ്ലോയീസ് പോവുമെങ്കിലും അവിടെ പ്രസന്റ് പെർഫോമൻസ് വലിയ രീതിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ തന്നെ അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷെ അതില്ലെങ്കിൽ കുഴപ്പമാണ്. അവിടെ എന്തുണ്ടാവും, എംപ്ലോയീസിൻ്റെ ഇടയിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ വർക്കിനെ തന്നെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഹൈജീൻ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. അതിൽ ഫോർ എക്സാമ്പിൾ കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ഇതിന് പറയുന്ന എക്സാമ്പിളാണ്. കമ്പനി പോളിസിയും അഡ്മിനിസ്ട്രേഷനൊക്കെ ഹൈജീൻ ഫാക്ടേഴ്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് സൂപ്പർവിഷൻ, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ ആസ്പെക്ട്സ് ഓഫ് സൂപ്പർവിഷൻ, ഇതൊക്കെ ഹൈജീൻ ഫാക്ടേഴ്സിന് ഉദാഹരണങ്ങളാണ്.
ഈ പറഞ്ഞ ഇൻഷുറൻസ് പോളിസി, ഇതൊക്കെ ഹൈജീൻ ഫാക്ടേഴ്സിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റും അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഹൈജീൻ ഫാക്ടേഴ്സിന് ഘടകമാണ്. ഇതൊക്കെ വർക്ക് എൻവയറമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ വർക്ക് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വർക്ക് കണ്ടസ്റ്റ് ആണ് ഇത്, അല്ലെങ്കിൽ വർക്ക് എൻവയറമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ സാലറി, സ്റ്റാറ്റസ്, ജോബ് സെക്യൂരിറ്റി, ഇൻഷുറൻസ് പോളിസി, ഈ പറയുന്ന ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സിന്റെ എക്സാമ്പിൾ. അപ്പൊ ഈ ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവിടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതുണ്ടെങ്കിൽ അവർ ആ ഒരു ലെവലിൽ അവർ പെർഫോം ചെയ്തുകൊണ്ട് പോകും. വലിയ രീതിയിലുള്ള പോസിറ്റീവ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ മെയിൻറ്റെയിൻ ഫാക്ടേഴ്സ് എന്നും കൂടി പറയുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ആസ്പെക്ട്സ്, സൂപ്പർവിഷൻ, ഇന്റർപേഴ്സണൽ ആസ്പെക്ട്സ്, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. പേ ഓർ സാലറി സ്ട്രക്ചർ ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ആൻഡ് റീസണബിൾ. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ആൻഡ് കോമ്പറ്റീറ്റീവ് ടു ദോസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ഇൻ ദ സെയിം ഡൊമെയിൻ. അതായത് പേ എന്ന് പറയുന്ന ഒരു ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. പേ മീൻസ് സാലറി. അപ്പോൾ സാലറി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതേ തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്ന ഇതേ തരത്തിലുള്ള മറ്റുള്ള ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്ന അതേ തരത്തിലുള്ള ഫെയർ റിട്ടേൺ തന്നെയാണ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ മാത്രമേ അവർ ആ രീതിയിൽ പെർഫോം ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് കൊടുത്തില്ലെങ്കിലോ എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ അതേപോലെ തന്നെ കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. കമ്പനി പോളിസീസ് ഷുഡ് നോട്ട് ബി റിജിഡ്. അത് ഒരിക്കലും ഒരു റിജിഡ് ആവാൻ പാടില്ല. ദേ ഷുഡ് ബി ഫെയർ ആൻഡ് ക്ലിയർ. അതൊരു ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ എംപ്ലോയീസിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ്, ഡ്രസ് കോഡ്, ബ്രേക്സ്, വെക്കേഷൻസ് എക്സെട്ര. ഈ പറഞ്ഞ അതിൻ്റെതായ അതൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം കമ്പനിയുടെ പോളിസിയിൽ. വർക്കിംഗ് ഹവേഴ്സിലും ഡ്രസ് കോഡിലും ബ്രേക്സിലും ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിക്ലെയിം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. എംപ്ലോയീസ് ഹെൽപ്പ് പ്രോഗ്രാം, ഫാമിലി മെമ്പേഴ്സിന് വേണ്ട ബെനിഫിറ്റ്സ്, പിന്നെ ഹെൽത്ത് കെയർ പ്രോബ്ലംസ്, ഹെൽത്ത് കെയർ പ്ലാൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് വേണ്ടത്. ഇതൊക്കെ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ ഇത് ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ വർക്കിംഗ് കണ്ടീഷൻ, വർക്ക് എൻവയറമെന്റ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ വർക്കിംഗ് കണ്ടീഷൻ ഷുഡ് ബി സേഫ്, ക്ലീൻ ആൻഡ് ഹൈജീനിക്. കണ്ടീഷൻ എപ്പോഴും സേഫ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം. ദ വർക്ക് എക്വിപ്മെന്റ് ഷുഡ് ബി അപ്ഡേറ്റഡ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ്. നമ്മുടെ വർക്ക് ചെയ്യേണ്ട എക്വിപ്മെന്റ് എല്ലാം എന്തായിരിക്കണം, അത് അപ്ഡേറ്റഡ് ആയിരിക്കണം, അത് മെയിൻറ്റൈൻഡ് ആയിരിക്കണം. ആ ഒരു എംപ്ലോയീസിന് നല്ല രീതിയിൽ അവരുടെ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ വേണം. അതാണ് ഹൈജീൻ ഫാക്ടേഴ്സിൽ ഫിസിക്കൽ വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത്. സ്റ്റാറ്റസ്, ദ എംപ്ലോയി സ്റ്റാറ്റസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി ഫെമിലിയർ ആൻഡ് റീറ്റൈൻഡ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ സ്റ്റാറ്റസ് എപ്പോഴും ഫെമിലിയർ ആയിരിക്കണം, അത് റീറ്റെയിൻ ചെയ്യുന്നതുമായിരിക്കണം. Then interpersonal relationship. The relationship of the employees with his peers, superiors and subordinates should be appreciated and acceptable. There should be no conflict or humiliations element present. അതായത് ഒരു എംപ്ലോയീസിനായി ആ ഓർഗനൈസേഷനിലെ പിയർ ഗ്രൂപ്പുമായിട്ടും അവരുടെ സബോർഡിനേറ്റുമായി നല്ല തരത്തിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടുള്ളതല്ല. Then job security. The organization must provide a job security to the employees. അപ്പോൾ ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതൊരു വലിയ രീതിയിലുള്ള പോസിറ്റീവ് എൻകറേജ്മെന്റ് ഒന്നും എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാവില്ല. അവരുടെ പെർഫോമൻസ് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനേ പറ്റൂ. പക്ഷേ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹൈജീൻ ഫാക്ടേഴ്സ് ഇറ്റ് വിൽ ലീഡ്സ് ടു ദ ഡിസാറ്റിസ്ഫാക്ഷൻസ് എമംഗ് ദ എംപ്ലോയീസ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഇത് കുറച്ചും കൂടി നേരത്തെ നമ്മൾ സെൽഫ് എസ്റ്റീമിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അത് ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോവുകയാണ്. ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ദീസ് ആർ ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ജോബ് ഡയറക്ട്ലി. ഇത് ജോബുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ ജോബ് എൻവയറമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ജോബ് ഡയറക്റ്റ് അല്ലെങ്കിൽ ജോബ് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ the presence of motivational factors create highly motivating situations. ആ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉള്ള അവിടെ ഒരു ഹൈലി മോട്ടിവേഷണൽ സിറ്റുവേഷൻ ആണ് എംപ്ലോയീസിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ദ ആബ്സെൻസ് ഓഫ് ദിസ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഡിസാറ്റിസ്ഫാക്ഷൻ.
അപ്പോൾ ഈ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും എംപ്ലോയീസിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുകയൊന്നുമില്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ എന്താണ് നല്ലതാണ്, എംപ്ലോയീസ് ഹൈലി മോട്ടിവേറ്റഡ് ആവും, അവർ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ സെൽഫ് ഡയറക്റ്റഡ് ആവും, അവർ ആ രീതിയിലേക്ക് അവർക്ക് വളരാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിന്റെ ആബ്സെൻസിൽ അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പ്രസൻസിൽ ആ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഒക്കെ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ജോബ് കണ്ടന്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ജോബ് ആയതുകൊണ്ടാണ് ഇതിനെ ഇൻട്രൻസിക് എന്നൊക്കെ പറയും. നേരെ എക്സ്ട്രൻസിക് പറഞ്ഞ പോലെ ഇത് ഇൻട്രൻസിക് എന്ന് പറയും. നോക്കാം നമുക്ക്. ദ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ലീഡ് പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ. ഇത് ഒരു പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതൊരു ലോങ് ടേണിലേക്ക് തന്നെ ഒരു പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഫാക്ടേഴ്സ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ഫോർ എ സുപ്പീരിയർ പെർഫോമൻസ്. അവരുടെ ഒരു സൂപ്പർ അല്ലെങ്കിൽ സുപ്പീരിയർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേറ്റണൽ ഫാക്ടേഴ്സ്. ദിസ് ഫാക്ടേഴ്സ് ആർ കോൾഡ് സാറ്റിസ്ഫയേഴ്സ്. ഈ ഫാക്ടേഴ്സിനെ സാറ്റിസ്ഫയറീസ് എന്ന് പറയും. നേരത്തെ ഡിസാറ്റിസ്ഫൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനെ സാറ്റിസ്ഫയേഴ്സ് എന്നാണ് ഈ ഒരു ഫാക്ടേഴ്സിനെ പറയുന്നത്. ദിസ് ആൾസോ നോൺ ആസ് ഇൻട്രൻസിക് ഫാക്ടേഴ്സ് ബിക്കോസ് ദിസ് റിലേറ്റഡ് ടു ദ ജോബ് ഇറ്റ് സെൽഫ് ഓർ ജോബ് കണ്ടന്റ്. ഇതിനെ ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയും. കാരണം ബിക്കോസ് ദീസ് ഫാക്ടേഴ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ജോബ് ഇറ്റ് സെൽഫ് ഓർ ജോബ് കണ്ടന്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രൻസിക് ഫാക്ടേഴ്സ്. The next one, these are the factors involved in performing the job. Employees find these factors intrinsically and rewarding. അപ്പോൾ ഇത് എംപ്ലോയീസിന്റെ ജോബുമായിട്ട് പെർഫോം ചെയ്യുന്നതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ദ മോട്ടിവേറ്റേഴ്സ് സിംബലൈസ്ഡ് ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ദാറ്റ് വെർ പെർസീവ്ഡ് ആസ് ആൻ അഡീഷണൽ ബെനിഫിറ്റ്. അപ്പോൾ ഇവരുടെ സൈക്കോളജിക്കൽ നീഡ് മനസ്സിലാക്കുകയും അതിനെ അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ മോട്ടിവേറ്റേഴ്സ് എന്നും പറയും. ഓക്കെ, സാറ്റിസ്ഫൈസ് എന്നും പറയും. അതിലൊന്നാണ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിന് റെക്കഗ്നിഷൻ കിട്ടുക. ദ എംപ്ലോയി ഷുഡ് ബി പ്രൈസ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഫോർ ദർ അക്കംപ്ലിഷ്മെന്റ് ബൈ ദ മാനേജേഴ്സ്. അതായത് ഒരു നല്ലൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ, അല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അവരൊന്ന് പ്രൈസ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ഒരു മോട്ടിവേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് കരുതുന്നത്. അത് എംപ്ലോയീസിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യും. Then sense of achievement. The employees must have a sense of achievement. This depends on the job. There must be fruit some sort in the job. അവർക്ക് എംപ്ലോയീസിന് എപ്പോഴും ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ടാവണം. അവർക്ക് എപ്പോഴും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം നമ്മളെ ഓർഗനൈസേഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വേണ്ടി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ദർ മസ്റ്റ് ബി എ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു പെർഫോം വെൽ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റിക്ക് ആവശ്യമായ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും ഈ പറഞ്ഞ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു മോട്ടിവേറ്റേഴ്സ് ആണ്. The next one, responsibility. The employees must hold themselves responsible for the work. The manager should give them ownership of the work. They should minimize control but retain accountability. റെസ്പോൺസിബിലിറ്റി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, അവർക്ക് അവരുടേതായ തന്നെ റെസ്പോൺസിബിലിറ്റി, അവരുടെ വർക്കിൽ അവർക്ക് തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. കാരണം ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എംപ്ലോയീസ് എപ്പോഴും സെൽഫ് ഡയറക്റ്റഡും അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു ജോബിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവരെ തന്നെ ഏൽപ്പിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അവരാണ് അതിന്റെ ആ ഒരു വർക്കിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അവരുള്ളതാണ്. ഓണർഷിപ്പ് ഓഫ് ദ വർക്ക് ഹെൽഡ് ബൈ ദ എംപ്ലോയീസ്, അവരുടെ അല്ലെങ്കിൽ ഓൺഡ് ബൈ ദ എംപ്ലോയീസ്, അവർ തന്നെയാണ് അതിന്റെ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ആ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ സുപ്പീരിയർക്കും മാനേജർക്കും ലെസ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ മിനിമൈസ് കൺട്രോൾ മാത്രം മതിയാകും. അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. Then meaningfulness of the work. The work itself should be meaningful, interesting and challenging for the employees to perform and to get motivated. അവരെപ്പോഴും വർക്ക് എന്ന് പറയുന്ന ഒരു മീനിങ് ഫുൾ വർക്ക് ആയിരിക്കണം, അതൊരു ചാലഞ്ചിങ് വർക്ക് ആയിരിക്കണം, ഒരു ഇൻട്രസ്റ്റിംഗ് വർക്ക് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ എംപ്ലോയീസ് അതിനെ ട്രീറ്റ് ചെയ്യുകയും അവർ അതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യുകയും അവർ ടു ഗെറ്റ് എ മോട്ടിവേറ്റഡ്, അത് അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ മീനിങ് ഫുൾനെസ് ഓഫ് ദ വർക്ക് ഒരു മോട്ടിവേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഏഴ്സ്ബർഗ് പറയുന്നത് 2 ഫാക്ടറാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.
ഹൈജീൻ ഒന്ന്, അതുപോലെ തന്നെ മോട്ടിവേറ്റേഴ്സ്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ടു ഫാക്ടേഴ്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് മസ്റ്റ് ബി പ്രസന്റ് ആൻഡ് പ്രിവെന്റ് എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ. Motivational factors must be present, the motivate them and increase their level of satisfaction. അപ്പോൾ ഈ മോട്ടിവേഷണൽ ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ അതുണ്ടെങ്കിൽ അവർ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർ വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന ടു ഫാക്ടേഴ്സ് തിയറിയിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈജീൻ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേറ്റേഴ്സ്. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സിൽ ദീസ് ആർ കോൾഡ് മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ്. എന്തുകൊണ്ടാണ് മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? അവരുടെ വർക്ക് അവർക്ക് ഒരേ രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ മെയിൻ്റെനൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് the employees help in maintaining the existing level of performance on the job. ആ ജോബിൽ അവർ ആ ഒരു ലെവലിൽ തന്നെ അവർക്ക് ആ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിന് മെയിൻറ്റെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ മോട്ടിവേറ്റേഴ്സിന് എന്ത് പറയുന്നത്? അത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. അത് അവരെ ഹൈലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഡസ് നോട്ട് മോട്ടിവേറ്റ് ദ വർക്കേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് ഉള്ള അവിടെ അതൊരിക്കലും എന്തിനെ പ്രസൻസ് ചെയ്യില്ല, ഈ പറയുന്ന മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണമാകില്ല. പക്ഷെ the presence of motivators satisfaction employees and therefore motivation them to perform the better. ഈ മോട്ടിവേറ്റേഴ്സ് ഉള്ളിടത്ത് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉള്ളവർക്ക് അവരവിടെ എംപ്ലോയീസ് ഒക്കെ മോട്ടിവേറ്റഡ് ആയിരിക്കും. their absence causes dissatisfaction. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവർ ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. but in the case of motivator factors, in the absence of motivators, no satisfactions and no motivation to the workers. അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ മോട്ടിവേഷൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഹൈജീൻ ഫാക്ടേഴ്സ് ദേ ലൈ ഔട്ട്സൈഡ് ദ ജോബ്. ഇതൊരു ജോബ് കോണ്ടസ്റ്റ് ആണ്, പക്ഷെ ഇത് ജോബ് കണ്ടന്റ് ആണ്. അതായത് ഇത് ജോബ് എൻവയർമെന്റ് ആണ്, പക്ഷെ ഇത് ജോബ് ഇറ്റ് സെൽഫ് ആണ്. ദേ ലൈ ഇൻ ദ ജോബ് ഇറ്റ് സെൽഫ്. ദേ ആർ റിലേറ്റഡ് ടു ജോബ് കണ്ടസ്റ്റ്, അതുപോലെ തന്നെ ഇത് ജോബ് കണ്ടന്റ് ആണ്. ദെൻ എക്സാമ്പിൾ ഇവിടെ സാലറി, ബോണസ്, വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മോട്ടിവേറ്റേഴ്സ് അവിടെ വരുന്നത് അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, പേഴ്സണൽ ഗ്രോത്ത്, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ഹൈജീൻ ഫാക്ടേഴ്സും അതുപോലെ തന്നെ മോട്ടിവേറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഴ്സ്ബർഗ് പറയുന്ന രണ്ട് ഫാക്ടർ, ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും ഒന്ന് മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സുമാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുവാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന മോട്ടിവേഷണൽ തിയറി എന്ന് പറയുന്നത് മാക്ഗ്രിഗറിന്റെ തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. In 1916, Douglas McGregor formulated theory X and theory Y, suggesting two aspects of human behavior at a workplace. അപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ വർക്ക് പ്ലേസിലുള്ള രണ്ട് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ്, ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ടു ആസ്പെക്ട്സിനെ കുറിച്ചാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. അതായത് ഓരോ എംപ്ലോയീസിനെയും നമ്മൾ ഇത്തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതൊന്ന് തിയറി എക്സ് ആയിട്ടും ഒന്ന് തിയറി വൈ ആയിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇതിൽ പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ ഓഫ് മാനേജ്മെന്റ് ഫിലോസഫി ഓൺ ദ തീം ഓഫ് ഡ്യുവൽ നാച്ചർ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡ്യുവൽ നാച്ചർ അടിസ്ഥാനപ്പെടുത്തി നമുക്കതിനെ തിയറി എക്സ് എന്നും തിയറി വൈ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് according to him, management actions of motivating human beings in an organization involve certain assumptions, generalization and hypothesis relating to the human behavior. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഓർഗനൈസേഷന്റെ ഒരു എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാനേജേഴ്സിന് ചില ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചില അസംഷൻസ് ഉണ്ടാവേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ ഉണ്ടാകേണ്ടി വരും എന്നുള്ളതാണ്. അതിനനുസരിച്ച് വേണം നമ്മുടെ ഓരോ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ തിയറി എക്സിലും തിയറി വൈയിലും അത് എന്തൊക്കെയാണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ തിയറി എക്സ് വൈ, തിയറി എക്സ് എന്താണെന്ന് നോക്കാം. തിയറി എക്സ് എന്ന് പറയുന്നത് the assumption that as hypothesis that employees dislike work, are lazy, dislike responsibility and must be coerced to perform.
അതായത് തിയറി എക്സിൽ പറയുന്നത് എംപ്ലോയീസ് അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ലൈക്ക് ആണ്, അതുപോലെ തന്നെ അവർ ലേസി ആണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഡിസ്ലൈക്ക് ആണ്, അതുപോലെ തന്നെ അവരുടെ ആക്ഷൻ അവരുടെ വർക്ക് പെർഫോം ചെയ്യാൻ അവർ വളരെ മടിയുള്ളവരായി തീരുന്നു. അതാണ് തിയറി എക്സിൽ പറയുന്നത്. അവർക്ക് അവരെന്താണ് ഓർഡർ കിട്ടുന്നത് അത് മാത്രം ചെയ്യുകയും ഒരു എന്താ പറയണ്ടേ ഒരു ഈ പവർ എന്ന് പറയുന്ന ഒരു സുപ്രീം അതോറിറ്റി ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. കാരണം എന്താണ് സുപ്പീരിയർ പറയുന്നത് അത് മാത്രം ചെയ്യുക, അത് മാത്രമാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ അവർ വളരെ ഡിസ്ലൈക്കായും അതുപോലെ ഇഷ്ടപ്പെടാതെയും അതുപോലെ ലേസി ആയിട്ടും അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് അവർ ഇഷ്ടത്തോടെ അല്ലാതെ തന്നെ ചെയ്യുന്നതാണ് തിയറി എക്സ് എന്ന് പറയുന്ന കാറ്റഗറി പറയുന്ന വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ബിഹേവിയർ തിയറി എക്സിൽ അതാണ് പറയുന്നത്. അതുപോലെ തന്നെ തിയറി വൈയിൽ എന്താണ് പറയുന്നത്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ദ അസംഷൻ ദാറ്റ് എംപ്ലോയീസ് ലൈക്ക് വർക്ക്, ആർ ക്രിയേറ്റീവ്, ആർ സീക്ക് റെസ്പോൺസിബിലിറ്റി, ദേ ക്യാൻ എക്സസൈസ് സെൽഫ് ഡയറക്ഷൻ. തിയറി വൈയിൽ പറയുന്നത് ഈ ഗണത്തിൽപ്പെടുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് അവർ അവരുടെ വർക്ക് ഇഷ്ടപ്പെടുന്നവരാണ്, അവർ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നവരാണ്, അവർ ഇന്നോവേറ്റേഴ്സ് ആണ്, അതുപോലെ അവർ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്, അതുപോലെ തന്നെ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണ്, അവർ സെൽഫ് ഡയറക്റ്റഡ് ആണ് അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവർ സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതാണ് തിയറി വൈയിൽ പെടുന്ന കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എംപ്ലോയീസിന്റെ ബിഹേവിയറെ രണ്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ് മാക്ഗ്രിഗർ ഇതിൽ ചെയ്യുന്നത്. അതിലൊന്ന് തിയറി എക്സ് ആയിട്ടും മറ്റൊരു തിയറി വൈ ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തിയറി എക്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അസംഷൻ അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തിയറി എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ തീം എന്ന് പറയുന്നത് പവർ ഈസ് സുപ്രീം, പവർ ആണ് സുപ്രീം എന്നുള്ളത്. അതായത് എന്താണ് സബോർഡിനേറ്റ് പറയുന്നത് ആ കാര്യങ്ങൾ ഇഷ്ടത്തോടെ അല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പീപ്പിൾ അറ്റ് വർക്ക് ലെവൽ ഹാവ് നോ അതോറിറ്റി ഓർ നോ റെസ്പോൺസിബിലിറ്റി ടു സജസ്റ്റ് ഓർ ഒബ്ജക്ട് എനിത്തിങ് എക്സ്പെക്ട്സ് ക്യാരി ഔട്ട് ദ ഓർഡേഴ്സ് ഓഫ് ദ സുപ്പീരിയർ. ഓർഡേഴ്സ് എന്താണ് പറയുന്നത്? അതായത് ഇവിടെ ഒരു ലെവൽ ഓഫ് അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ടോപ്പ് ടു ബോട്ടം എന്ന രീതിയിൽ. ടോപ്പിൽ എന്താണ് പറയുന്നത് അത് അനുസരിക്കുക മാത്രമാണ് ബോട്ടം ചെയ്യുന്നത്. അത് അനുസരിക്കുക എന്ന് പറയുന്നത് അവർ ഇഷ്ടത്തോടെ അല്ലാതെ തന്നെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കുകയോ അത് ക്രിയേറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് ബെറ്റർ പെർഫോമൻസ് ഉണ്ടാക്കിയോ ഇവിടെ സാധ്യമല്ല. ആ രീതിയിലല്ല ഇവിടെ എംപ്ലോയീസ് ട്രീറ്റ് ചെയ്യുന്നത്. അവരെപ്പോഴും ഒരു ലേസിയാണ്, ഡിസ്ലൈക്ക് ആണ്. അവർ കിട്ടിയ പറഞ്ഞ വർക്ക് മാത്രം ചെയ്ത് ആ രീതിയിൽ പോകുന്നവരാണ് തിയറി എക്സിൽ പെടുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ an average employee does not like work, tries to escape it whenever is possible. എപ്പോഴാണ് അവർക്ക് ജോബിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് അവരത് എസ്കേപ്പ് ചെയ്യുകയും അവർ ഒരിക്കലും അവരുടെ വർക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നവരല്ല. എന്താണ് ഓർഡർ പറയുന്നത് ആ കാര്യങ്ങൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന എംപ്ലോയീസ് ആണ് തിയറി എക്സിൽ പെടുന്നത്. പീപ്പിൾ ആർ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അവരെപ്പോഴും മാറ്റത്തിന് എതിരെയായിരിക്കും അല്ലെങ്കിൽ മാറ്റത്തെ സ്വീകരിക്കുന്നവരല്ല. അതിനെപ്പോഴും അവർ റെസിസ്റ്റ് ചെയ്യും, അവരതിനെ തടസ്സം നിൽക്കുന്നവരായിരിക്കും. ഹി ലാക്സ് അംബിഷൻസ് ആൻഡ് ഡിസ്ലൈക്ക് റെസ്പോൺസിബിലിറ്റി, അവർ ഒരിക്കലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരല്ല. അതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള അംബീഷൻ ഒന്നും ഉണ്ടാവുന്നതല്ല. അവർ ആ ഒരു രീതിയിൽ അവരുടേതായ ലോകത്ത് ഇങ്ങനെ പോകുന്നവരായിരിക്കും തിയറി എക്സിൽ പെടുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത്. വർക്കേഴ്സ് ലോവർ ലെവൽ നീഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ദെയർ ഹയർ ഓർഡർ നീഡ്സ്, അവരെപ്പോഴും ലോവർ ലെവൽ നീഡ്സ് മാത്രം, അതായത് ബേസിക് നീഡ്സ് മാത്രം നോക്കി ചെയ്യുന്നവരാണ്. അത് മാത്രം മതി. അവരൊരിക്കലും നെക്സ്റ്റ് ലെവൽ ഓഫ് നീഡ്സിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അവരുടെ സ്ട്രോങ്ങർ പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ലെവൽ നീഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ബിഹേവിയറൽ എംപ്ലോയീസിനെയാണ് നമ്മൾ തിയറി എക്സ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ സിൻസ് ദ എംപ്ലോയീസ് ഡസ് നോട്ട് വാണ്ട് ടു വർക്ക് ഹി മസ്റ്റ് ബി പെർസ്യൂഡഡ്, കമ്പൽഡ് ഓർ വാണ്ടഡ് വിത്ത് പണിഷ്മെന്റ് സോ ആസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ. ഇത്തരത്തിലുള്ള എംപ്ലോയീസ് അവർ ഒരിക്കലും അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അവരെ പെർസ്യൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കമ്പൽ ചെയ്യണം, അതല്ലെങ്കിൽ അവർക്ക് വാണിംഗ് കൊടുക്കേണ്ടി വരും. പണിഷ്മെന്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ അവർ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ അവരവർ ലേസി ആയി തന്നെ ഓർഗനൈസേഷനിൽ നിൽക്കുന്നവരായിരിക്കും. അത്തരത്തിലുള്ള ക്യാരക്ടറുള്ള അല്ലെ ബിഹേവിയറുള്ള എംപ്ലോയീസ് ആണ് തിയറി എക്സിൽ വരുന്നത്.
A close supervision is required to a part of managers. The managers adopt a more dictatorial style. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു നമ്മുടെ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവൽ, ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്നത്. എന്താണ് ടോപ്പ് ലെവലിൽ നിന്ന് കിട്ടുന്നത് അത് മാത്രം ചെയ്യുക, അതും ഇഷ്ടമല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ് സൂപ്പർവിഷൻ റിക്വയർഡ്. അപ്പോൾ ഒരു സബോർഡിനേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെ ക്ലോസ് ആയിട്ട് അവർ സൂപ്പർവൈസ് ചെയ്യുകയും അവരെ മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു ഇവിടെ. അതായത് ഒരു ഡിക്റ്റോറിയൽ സ്റ്റൈലിൽ തന്നെ മാനേജേഴ്സിന് അവരുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അത്തരത്തിലുള്ളതാണ് തിയറി എക്സ്. ഇതാണ് തിയറി എക്സ് എന്ന് പറയുന്ന അസംഷൻസ്. ദെൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അസംഷൻസ് ഓഫ് തിയറി വൈ. ഇവിടെയൊക്കെ എംപ്ലോയീസ് എന്തായിരിക്കും? സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. അവർ അവരുടെ ജോലികളിൽ ഉത്സാഹം കണ്ടെത്തുകയും അവരവർ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരെപ്പോഴും ക്രിയേറ്റീവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സ് ആയിരിക്കും, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നതായിരിക്കും, അവർ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് എപ്പോഴും ഉയർന്ന ലെവലിലായിരിക്കും. അവരുടെ സ്ട്രോങ്ങർ പോയിന്റ് എന്ന് പറയുന്നത് ഹയർ ഓർഡർ നീഡ്സ് ആണ്. അവർ ലോവർ നീഡ്സിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹയർ ലെവൽ നീഡ്സിനെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു പുതിയൊരു അപ്രോച്ചാണ്. ഇവിടെ ഞാൻ പറഞ്ഞു കോപ്പറേറ്റീവ് എൻഡവർ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അവരെ ഒരു നല്ല രീതിയിലുള്ള അവരുടെ കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ജോലിയിൽ അവർ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നവരായിരിക്കും. ദ എംപ്ലോയീസ് ക്യാൻ പെർസീവ് ദെയർ ജോബ് ആർ റിലാക്സിങ് ആൻഡ് നോർമൽ. അവർ നോർമൽ രീതിയിൽ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തുകൊണ്ട് അവരുടെ ജോബ് ഏറ്റവും എന്താ പറയണ്ടേ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നവരായിരിക്കും തിയറി വൈയിൽ പറയുന്നത്. എംപ്ലോയീസ് നോട്ട് റിക്വയർഡ് എനി ത്രെറ്റ്, എക്സ്റ്റേണൽ കൺട്രോൾ ആൻഡ് കോഴ്സൺ ഓഫ് വർക്ക്, but they can use self-direction and self-control if they are dedicated and sincere to achieve organizational objectives. ഇവിടെ ഒരിക്കലും ക്ലോസ് സൂപ്പർവിഷൻ ആവശ്യമില്ല. അവരെ ഒരിക്കലും നമ്മൾ എന്താ പറയേണ്ടത്, അവരെ ഒന്ന് കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ സ്വന്തം തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യുകയും അവിടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരികയും ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. അവരെപ്പോഴും സെൽഫ് ഡയറക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഈസി ആയിട്ട് സിൻസിയർ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. If the job is rewarding and satisfying, then it will result in employees' loyalty and commitment to the organization. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എംപ്ലോയീസ് ഇങ്ങനെ നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് കാണിക്കുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കണം മാനേജേഴ്സിനെ. അത് ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷനിൽ അവരിലുള്ള ലോയൽറ്റിയും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ് തിയറി വൈയിൽ പറയുന്നത്. The employees have a skill and capabilities. Their logical capabilities should be fully utilized. In other words, the creativity, resourcefulness, and innovative potentiality of the employees can be utilized to solve organizational problems. അപ്പോൾ ഈ തിയറി വൈയിൽ പറയുന്നത് എംപ്ലോയീസ് എല്ലാവർക്കും നല്ല ക്യാപ്പബിലിറ്റി ഉണ്ടാവും, ഇവിടെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, അവരുടെ ഈ പറയുന്ന നല്ല ക്രിയേറ്റീവേഴ്സ് ആയിരിക്കും അവർ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവായിട്ട് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുകയും ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന മാനേജീരിയൽ പ്രോബ്ലംസ് ഒക്കെ ഇതുവഴി അവർക്ക് സോൾവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആയിരിക്കും തിയറി വൈയിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ രണ്ട് തിയറീസ് ആണ്. ഒന്ന് ഈ പറയുന്ന എഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയും അതുപോലെ തന്നെ മാക്ഗ്രിഗേഴ്സിൻ്റെ തിയറി ഓഫ് എക്സും തിയറി ഓഫ് വൈയുമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോട്ടിവേഷണൽ തിയറി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ അത് ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ മാസ്ലോ ഹൈറാർക്കിക്കൽ നീഡ് ഹൈറാർക്കിക്കൽ തിയറിയും കൂടി നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് തിയറിയുടെയും നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ പോയിന്റുകൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ രണ്ട് തിയറിയുടെയും, അതായത് 2 ഫാക്ടർ തിയറിയുടെയും തിയറി എക്സ് ആൻഡ് വൈയുടെയും നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും സിമിലാരിറ്റീസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.